ഞാനിപ്പോ നിൽക്കുന്നത് നല്ല നാടൻ മുട്ട വിൽക്കുന്ന കടയിലാണ്. മുട്ടത്തീറ്റയും പിന്നെ കൊക്ക, ഗോതമ്പ്, അരി ഇതെല്ലാം കൊടുത്താണ് ഇടിക്കുന്നത്. ഡെയിലി ഒരു 250 മുട്ട വെച്ച് ശരാശരി കിട്ടുന്നുണ്ട്. അത് നമ്മളിവിടെ 12 രൂപ 13 രൂപയ്ക്ക് വിൽക്കുന്നു. ആ നാടൻ മുട്ടയാണ് ഇവിടെ ഇരിക്കുന്നത്. ആളുകൾക്ക് നല്ല പ്രിയമാണ്. ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡുകളിൽ മരവ് മുട്ട ഇരിക്കൊണ്ട് താറാവ് കൃഷി. അത് നമ്മുടെ വെട്ടിക്കരി കിഴക്കുവശം, വെട്ടിക്കരി പാടത്തിന്റെ കിഴക്കേറ്റതിലൊരു ഞങ്ങൾ ഇതായിട്ടാണ് നമ്മുടെ ബന്ധു വീട്ടിൽ തന്നെയാണ്. അത് പിന്നെ 5 പറ നിലം കൊട്ടയാണ്. അപ്പൊ ഇത് നമ്മൾ തീറ്റി ഇങ്ങനെ കുളത്തിന്റെ അരികിൽ ഇട്ടിരിക്കും. അപ്പറ്റ ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ വളച്ച് അതിനകത്ത് വലയൊക്കെ ഇട്ടാണ് ഇതിനെ വളർത്തുന്നത്. ഇവർ കരക്ക് കയറി വന്നിട്ട് ഗോതമ്പ് അരിയും ഇതെല്ലാം തിന്നിട്ടും പോക്കായെല്ലാം തിന്ന് തിരിച്ചിറങ്ങി അങ്ങനെയാണ് പരിപാടി പോകുന്നത്. ആ താറാവല്ല, ഇത് ഇറച്ചിത്താറാവ്. ആ താറാവ് മുട്ടയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിന് മുട്ടയ്ക്ക് മാത്രമായിട്ട് വിൽപ്പനയുണ്ട് ഇവിടെ. വിൽപ്പന താറാവില്ല അപ്പുറം കിടക്കുന്നത്. അതിനകത്ത് കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട് 100 താറാവുകളും. ആ കൂടിനകത്തുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് 10, 20, 25 ഇവിടെ ഇട്ടിരുന്നു. പിറ്റേന്റെ ബാക്കി തിരിച്ചപ്പുറത്തിരുന്നു. അങ്ങനെയാണ് പരിപാടി പോകുന്നത്. മുട്ടയുണ്ട്, താറാവ് വളർത്തുന്നു. അത് സാധാരണ പുറത്തെടുക്കുന്ന മുട്ടയായിരിക്കും. പുറത്തുനിന്ന് മുട്ട എടുക്കാറ് ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ പുറം മുട്ട എടുക്കാറില്ല. പിന്നെ നമ്മള് നാടൻ കോഴിമുട്ട ഇവിടുന്ന് വീടുകളിൽ നിന്ന് വരുന്ന നാടൻ കോഴിമുട്ട ഇവിടെ വിൽപ്പനയുണ്ട്. ഒറിജിനൽ നാടൻ മുട്ട, അല്ലാതെ മറ്റേ നമ്മുടെ ജനപ്രിയയുടെ മുട്ടയല്ല, ഒറിജിനൽ നാടൻ മുട്ടയുണ്ട്. അതും ഇവിടെ വരുന്നതിനനുസരിച്ച് പോകുന്നുണ്ട്. ഈ ലൊക്കേഷൻ പിന്നെ എവിടെയാണ്? ഇത് കൈനഗിരി ജംഗ്ഷൻ. പള്ളാത്തുരുത്തി പാലത്തിന് കിഴക്കുവശവും ഇത് കേട്ടില്ല. അതിനായാലും പള്ളാത്തുരുത്തി പാലത്തിന് കിഴക്കുവശം കൈനഗിരി ജംഗ്ഷന്റെ അടുത്താണ് കട. കയറുമ്പോ പുറം പാട്ട് എറണാകുളം, പത്തനംതിട്ട, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരും മേടിക്കുന്നു. കോഴഞ്ചേരി ഒരുപാട് പേരുമായിട്ട് എനിക്ക് 10-16 വർഷത്തെ സർവീസ് ഉണ്ട്. നമ്മളിവിടെ എന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് 16 വർഷം. നമ്മുടെ മുട്ട പിന്നെ 15 ദിവസം വരെ പുറത്തിരുന്നാലും കേട് വരത്തില്ല. മറ്റേ വരവ് മുട്ട എന്ന് പറയുമ്പോൾ 4-ാം പൊക്കം, 3-ാം 5-ാം പൊക്കം ഒക്കെ കേടാവും. അത് എന്നിട്ടതാന്ന് താറാവിനെ അറിയാനൊക്കത്തുള്ളൂ, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇന്നത്തെ മുട്ടയാണ് ഇന്നലത്തെ മുട്ടയാന്ന് പറയാൻ പറ്റില്ല. അത് ഇട്ട താറാവിന് മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ ഡേറ്റ് എന്താണ്. അത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കയറി വരുന്ന മുട്ടയായിരിക്കും. അതിനൊക്കെ വില കുറവായിരിക്കും. ആളുകൾക്ക് അത് മതി. ഒന്നാമത്തെ കാര്യം, ആളുകൾക്ക് വില കുറഞ്ഞ സാധനം മതി. എന്നിട്ട് പറയും, ഇവിടെ വന്നിട്ട് പറയും, അയ്യോ അവിടുന്ന് മേടിച്ചിട്ട് ആ കടയിൽ നിന്ന് മേടിച്ചിട്ട് മുട്ട കേടായിരുന്നു, ഈ കടയിൽ നിന്ന് മേടിച്ചിട്ട് മുട്ട കേടായിരുന്നു. ഇവിടുത്തെ മുട്ട ആരും കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, ശരാശരി പോകുന്നുണ്ട്. ഈ റൂട്ടിൽ പോകുന്നതെല്ലാം നാടൻ മുട്ട മേടിച്ചോണ്ട് പോകുന്നു. നാടൻ മുട്ട